മക്കളെ, ഇന്ന് നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. താലിക കി സഹായത സെ വാർത്താലാപ് കി പൂർത്തി കരേം എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് നിങ്ങൾക്കിവിടെ വാർത്താലാപിന് എഴുതാനുള്ള സെൻറ്റൻസ് തന്നിട്ടുണ്ട്. വാർത്താലാപിന് സന്തര ഏക്ക്, സന്തര ദോ, സന്തര ഏക്ക്, ബാലു, സന്തര ദോ, ബാലു, സന്തര ഏക്ക്. അങ്ങനെയാണ് ഇവിടെ തന്നത് അല്ലേ? കാണുന്നുണ്ടല്ലോ അല്ലേ? സന്തര ഏക്ക്, സന്തര ദോ, അങ്ങനെ തന്നില്ലേ? അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ സെൻറ്റൻസ് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ഓർഡറായിട്ട് ഓരോരുത്തരും പറയുന്നത് അതാത് സ്ഥാനത്താണ് എഴുതേണ്ടത്. സന്തര ഏക്ക്, ഒന്നാമത്തെ നാരങ്ങ എന്താണ് പറയണത്? ദേക്കോ ദേക്കോ ഏക്ക് ബാലു അല്ലേ? ഇത് തന്നെയാണ് ഒന്നാമത്തെ നാരങ്ങ പറയണത്. നോക്കൂ നോക്കൂ, ഒരു ബാലു അതാ രണ്ടുപേരും കൂടെ അങ്ങ് നടന്നു പോവാണ്. അപ്പം ബാലുവിനെ കണ്ടില്ലേ? അപ്പം എന്താണ് പറയണത്? ഒന്നാമത്തെ നാരങ്ങ പറയാണ് നോക്കൂ നോക്കൂ ഒരു ബാലു എന്ന് പറയാണ്. അപ്പോൾ സന്തര ദോ, രണ്ടാമത്തെ സന്തര എന്താണ് ചോദിക്കുക? അപ്പോൾ കഹാം അല്ലേ? എവിടെ? ഇതൊക്കെ നോക്കൂ നോക്കൂ ഒരു ബാലു എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സന്തര ചോദിക്കുകയാണ് ആ കഹാം എവിടെ? എവിടെയാണ്? രണ്ടാമത്തെ സന്തര കണ്ടിട്ടില്ല അല്ലേ? അതിനെ അപ്പം എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ സന്തര പറയാണ് വ കിസ്കെ ലിയേ ആയാ ഹോഗ, അത് എന്തിനു വന്നതായിരിക്കും? മൂന്നാമത്തെ സെൻറ്റൻസ് ഇതാണ് വരിക അല്ലേ? ആ സന്തര എന്തിനു വന്നതായിരിക്കും എന്ന് പറയാണ്. വ കിസ്കെ ലിയേ ആയാ ഹോഗ. ബാലു, അപ്പോഴാണ് ബാലു അവരെ കാണുന്നത്. അപ്പോൾ ബാലു എന്താണ് പറയണത്? വാ കിത്തനാ സുന്ദർ സന്തരേ, വാ എത്ര സുന്ദരമായ ഓറഞ്ചുകൾ എന്ന് പറയാണ്. ആര്? ബാലു പറയാണ് അല്ലേ? സന്തര ദോ, രണ്ടാമത്തെ സന്തര അപ്പം എന്താണ് പറയുന്നത്? മുജേ ചോടോ എന്നല്ലേ? എന്നെ വിടൂ എന്നെ വിടൂ എന്ന് പറയണത്. എൻ്റെ ഇടയ്ക്ക് ആര്? രണ്ടാമത്തെ നാരങ്ങ പറയാണ്. അപ്പോഴേക്കും എന്തൊരു സുന്ദരമായ നാരങ്ങകൾ എന്ന് പറഞ്ഞങ്ങാണ്ട് അപ്പോഴേക്കും ഒരു നാരങ്ങേനെ ആ ബാലു എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതാണ് എന്നെ വിടൂ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ സെൻറ്റൻസ് ആയിട്ട് എന്താണ്? രണ്ടാമത്തെ നാരങ്ങ പറയാണ് എന്നെ വിടൂ എന്ന് പറയാണ്. അപ്പോൾ ബാലു എന്താണ് പറയുന്നത്? തുമേ ചോടൂങ്കാ നഹീം, നിന്നെ ഞാൻ വിടില്ല അല്ലേ? തുമേ ചോടൂങ്കാ നഹീം, നിന്നെ വിടില്ല എന്ന് പറയാണ് ബാലു. സന്തര ഏക്ക്, അപ്പോൾ ഒന്നാമത്തെ സന്തര എന്താ പറയുന്നത്? ലാസ്റ്റ് ഇവിടെ ഒരു സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ അല്ലേ? എന്താണ്? ദൗഡോ ഓടാം എന്ന് പറയാണ്. അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്ന്? ഓടിപ്പോവാം എന്ന് പറയാണ് അല്ലേ? മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് സെൻറ്റൻസ് ഓർഡറായിട്ട് എഴുതി കൊടുക്കുക. 1 2 3 4 5 6 7. 1 2 3 4 5 6 7 ഇങ്ങനെ ഉണ്ടോ? 7 എണ്ണം ഉണ്ട് ഇവിടെ. ആ 7 എണ്ണത്തിനനുസരിച്ചിട്ട് ഓരോന്നും ഓർഡറായിട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ ഇത് വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. മനസ്സിലാക്കിയിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് ശരിക്കും 2-3 പ്രാവശ്യം വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏകദേശം എങ്ങനെ എഴുതണം എന്നുള്ളതും മനസ്സിലാവും. ആ സമയത്ത് അതിനനുസരിച്ചിട്ട് എഴുതുക. ഓക്കെ. ഇനി നിങ്ങൾക്ക് തീരെ അറിയാത്തവരാണെങ്കിൽ ഈ ആൻസർ ചെയ്യാതിരിക്കേണ്ട. നിങ്ങൾക്ക് ഏതാണോ അവിടെ ഉചിതമായിട്ട് വരും എന്ന് തോന്നുന്നത് ആ ഒരു സെൻറ്റൻസ് അവിടേക്ക് എഴുതാം. അപ്പോൾ ഒന്നുകൂടെ പറയാം. സന്തര, ഒന്നാമത്തെ സന്തര എന്താണ് പറയണത്? ദേക്കോ ദേക്കോ ഏക്ക് ബാലു, കഹാം എവിടെ, വ കിസ്കെ ലിയേ ആയാ ഹോഗ, അതെന്തിനു വന്നതായിരിക്കും. വാ കിത്തനാ സുന്ദർ സന്തരേ, ബാലു പറയാണ് എത്ര മനോഹരമായ ഓറഞ്ചുകൾ. മുജേ ചോടോ, എന്നെ വിടൂ. തുമേ ചോടൂങ്കാ നഹീം, നിന്നെ വിടില്ല. ദൗഡോ, അങ്ങനെയാണ് ഓർഡറായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നന്നായിട്ട് നോക്കി വെക്കുക, വായിച്ച് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് എക്സാമിന് വരികയാണെങ്കിൽ നിങ്ങൾക്കറിയുന്ന രീതിക്ക് എഴുതി കൊടുക്കുക. ഓക്കെ.